കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി.ജെ.പി. അംഗമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി. തൃശൂർ മണ്ഡലത്തിൽ നിന്ന് 74,686 വോട്ടുകൾക്കാണ് ആക്ഷൻ ഹീറോ ജയിച്ചു കയറിയത്. കേരളത്തിൽ താമര വിരിയിച്ച താരത്തിനെ ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം. ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് പരിശോധിക്കാം. MP എന്ന നിലയിൽ 1 ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക. 2018 മുതലാണ് ഇന്ത്യയിൽ ലോക്സഭാ അംഗങ്ങൾക്കുള്ള അടിസ്ഥാന ശമ്പളം 1 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചത്. ഓഫീസ് പരിപാലനത്തിലും മറ്റ് ചെലവുകൾക്കുമായി 70,000 രൂപ മണ്ഡലം അലവൻസായി ലഭിക്കും. പേഴ്സണൽ സ്റ്റാഫിൻ്റെ ശമ്പളം, സ്റ്റേഷനറി, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്കായി 60,000 രൂപ അനുവദിക്കും. പാർലമെന്ററി സെഷനുകളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കാനായി MP-മാർ തലസ്ഥാനത്തെത്തുമ്പോൾ താമസം, ഭക്ഷണം എന്നിവയ്ക്കായി പ്രതിദിനം 2,000 രൂപ അലവൻസ് ലഭിക്കും. MP-മാർക്കും അടുത്ത കുടുംബങ്ങൾക്കും പ്രതിവർഷം സൗജന്യമായി 34 ആഭ്യന്തര വിമാനയാത്രകൾ നടത്താം. ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ സൗജന്യമായി യാത്ര നടത്താം. മണ്ഡലത്തിലെ റോഡ് യാത്രകൾക്ക് അലവൻസ് ലഭിക്കും. MP-മാർക്ക് അവരുടെ കാലയളവായ 5 വർഷം പ്രധാന നഗരങ്ങളിൽ സൗജന്യ താമസ സൗകര്യം ലഭിക്കും. സീനിയോറിറ്റി അനുസരിച്ച് സർക്കാർ ബംഗ്ലാവുകളിലോ ഫ്ളാറ്റുകളിലോ ഹോസ്റ്റൽ മുറികളോ ലഭിക്കും. ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കാത്തവർക്ക് പ്രതിമാസം 2 ലക്ഷം രൂപ ഭവന അലവൻസായി ലഭിക്കും. MP-മാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഹെൽത്ത് സ്കീമിന് കീഴിൽ സൗജന്യ ചികിത്സ ലഭിക്കും. സർക്കാർ ആശുപത്രികളിലെ ചികിത്സയോ അല്ലെങ്കിൽ ഹെൽത്ത് സ്കീം പദ്ധതിയിൽപ്പെട്ട സ്വകാര്യ ആശുപത്രിയോ ചികിത്സ നേടാം. ഒരു തവണ MP, അതായത് 5 വർഷം MP ആയാൽ പ്രതിമാസം 25,000 രൂപ പെൻഷൻ ലഭിക്കും. ഓരോ അധിക സേവന വർഷത്തിനും പ്രതിമാസം 2,000 രൂപ വീതം ഇൻക്രിമെൻറ്റും ലഭിക്കും. MP-മാർക്ക് 50,000 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും 4,000 കിലോ ലിറ്റർ വെള്ളവും ലഭിക്കും. പ്രധാനമന്ത്രിക്ക് 3,000 രൂപയും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് 2,000 രൂപയും പ്രതിമാസം പ്രത്യേക അലവൻസും ലഭിക്കും. വസതികളിലും ഓഫീസുകളിലും സൗജന്യമായി ഇൻ്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കും.